നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 5. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു കാണാം, എങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിവിധ സമയങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എന്നാൽ എന്നോട് ദൈവം പലപ്പോഴും ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ചില സമയങ്ങളിൽ ദൈവം ചില തോട്ടുകൾ തന്ന് എന്നെ ബലപ്പെടുത്തുന്നു. അത് 3 സമയങ്ങൾ പ്രത്യേകം എനിക്ക് എടുത്തു പറയുവാൻ കഴിയും. ഒന്ന്, രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ചില അതുവരെയും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നനയ്ക്കാത്ത ചില തോട്ടുകൾ തന്ന് ദൈവം, അത് വളരെ ഫ്രഷായിരിക്കും, വളരെ പുതുതായിരിക്കും. നമ്മൾ ചിന്തിച്ച് കിടന്നതോ ചിന്തിച്ചൊന്നുമല്ല. അതുപോലെ തന്നെ ചില വിഷയങ്ങൾക്ക് അത് ഉത്തരമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ദൈവം സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫ്രഷായി അല്പസമയം ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ദൈവം ആഴത്തിൽ ചില തോട്ടുകൾ ദൈവം തരിക സാധാരണമാണ്. ദൈവത്തിന് അതിനായിട്ട് നന്ദി പറയുന്നു. എന്നാൽ ഇതെല്ലാം ചെറിയ കുറച്ച് സമയങ്ങളുള്ള കാര്യങ്ങളാണ്. എന്നാലേ ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അല്പസമയം ആ സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല തോട്ടുകൾ പെട്ടെന്ന് ദൈവം ഇങ്ങനെ തരിക പതിവാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. പലപ്പോഴും ആത്മാവിൽ നിറഞ്ഞ്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സൺഡേ സർവീസ് മാത്രമല്ല നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ അതൊരു ടെസ്റ്റിമോണിയോട് കൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറയും. ഞാനത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അല്പം ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കും, ഇടപെടും. അതാണ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ നമ്മെ വളർത്തിയെടുക്കുന്നത്. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. കഴിഞ്ഞ 7-ാം തീയതി 7th ജനുവരി 2-3 ദിവസം മുന്നേ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഇതാണ്: ദൈവത്തിന് മലകളെ, പർവ്വതങ്ങളെ മാറ്റാൻ കഴിയും. He can move mountains. He can also, depart sea. കടലിനെ 2ആയി വിഭജിക്കാനായിട്ട് അവന് കഴിയും. സോ അവന് തീയിനെ ഇറക്കി പലതും ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവ് എത്രയോ ശക്തിയുള്ളവനാണ്. എത്രയോ അല്ലേ, ഒരു പർവ്വതത്തെ മാറ്റാൻ അവന് ബുദ്ധിമുട്ടില്ല, ഒരു കടലിനെ വിഭാഗിക്കാൻ അവന് ബുദ്ധിമുട്ടില്ല. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലത് ചെയ്യണമെങ്കിൽ അവന് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച, അല്ലേ, താൻ സൃഷ്ടിച്ച സൂര്യനോട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച ഞാനും നിങ്ങളും നമ്മെ അവൻ മാറ്റിയെടുക്കുവാൻ അവന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നല്ലൊരു വ്യക്തിയായിട്ട്, അല്ലേ, രക്ഷയ്ക്ക് വേണ്ടുന്ന നല്ല ഒരു മകനായിട്ട്, ദൈവപൈതലായിട്ട് അവനങ്ങ് എന്നെ മാറ്റിക്കൂടെ? ഈ പർവ്വതത്തെ മാറ്റുന്ന ദൈവത്തിന്, ഈ കടലിനെ 2ആയി വിഭാഗിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഈ മനുഷ്യനെ ഒന്ന് മാറ്റിക്കൂടെ? പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതിന് അലൗ ചെയ്യുന്നില്ല. ഐ ഡു നോട്ട് അലൗ ഹിം ടു ഡു ദാറ്റ്. ഞാൻ തന്നെ അതിന് തടസ്സമാക്കി നിൽക്കുകയാണ്. ഈ തോട്ടാണ് എന്നെ ഭരിച്ചത്. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരുപാട് പദ്ധതികളുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും നമ്മുടെ ദൈവത്തിന് അതിശ്രേഷ്ഠമായ പദ്ധതികളുണ്ട്. എന്നാൽ പർവ്വതങ്ങളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് നമ്മെ മാറ്റാൻ കഴിയുന്നില്ല. കാരണം ഞാനും നിങ്ങളും അതിന് വിധേയപ്പെടുന്നില്ല. ഹല്ലേലൂയ. അവന് നമ്മെ ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ കഴിയും. എന്തിനു വേണ്ടിയാണോ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ മൂല്യം അല്പം പോലും കൈവിടാതെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അവന് നമ്മെ മാറ്റാൻ കഴിയും. എന്നാൽ നമ്മുടെ പെർമിഷൻ കൂടാതെ അവനത് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ നാം ഏറ്റവും പെർഫെക്ഷനിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരം കുറുതായത് കൊണ്ടല്ല, അവന് അങ്ങനെ പദ്ധതി ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ടല്ല, ഞാനും നിങ്ങളും തന്നെയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. How many of you believe that? Hallelujah. വെളിപ്പാട് പുസ്തകം അതിൻ്റെ
3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നത് വാതിൽ അടച്ചിട്ടിരിക്കെ അവിടേക്ക് കയറി വന്നു എന്നാണ് യേശുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലവോദിക്യ സഭയോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇഫ് യു ഓപ്പൺ ഐ വിൽ കം ഇൻ. ഹല്ലേലൂയ. ലവോദിക്യ സഭ എല്ലാം തികഞ്ഞതാണ്, എല്ലാം നല്ലതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നോ, യു ആർ നോട്ട് ഡൂയിങ് ഗുഡ്. നീ ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കുന്നത്. യു നീഡ് ടു റിപ്പന്റ്. ബട്ട് സ്റ്റിൽ I can change you. I can bring back to the perfect will. But I don't want, like after my resurrection, I come into the room where disciples were sitting. I just come in, even though the door is open. But to you and me, in our life, you don't want to come in like that. But if you open your heart, I am knocking at the door of your heart. If you open, I will come in. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് എനിക്ക് വിഷയമല്ല. ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ഷേപ്പ് ഇൻ ടു എ ബെറ്റർ ക്വാളിറ്റി, എ ബെറ്റർ യു ആൻഡ് മീ. ഇറ്റ്സ് മച്ച് ഈസിയർ ഫോർ ഹിം. ബട്ട് വി ourselves are actually hindering our God to do what he wanted to do. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ മാറ്റിയെടുക്കാൻ അവൻ ഇഷ്ടമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാമത്തെ അധ്യായം. ഇവിടെ ആയിരിക്കും ഞാൻ ഓരോരുത്തരും പറയുന്നത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ചുമ്മാ കുറച്ച് നാൾ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല. He has much better plans about you and me. In the beginning of 2025, you should understand and should really look forward for that. The only thing that you and me have to do is to allow him. Allow our God to do things what he wanted to do. വായിച്ചോട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64:6-8 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റ് പോലെ പാറിപ്പിച്ചു കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിക്കുവാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ അന്വേഷിക്കാതെ വണ്ണം നീ മറച്ചുവെച്ച് ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് ജനത്തിന്റെ അവസ്ഥ. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ജനത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. കറപുരണ്ട തുണി പോലെ എല്ലാവരും വാടിപ്പോകുന്നു, കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു, അല്ലേ? നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോ മുറുകെ പിടിക്കുന്നവരോ ഇല്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. എങ്കിലും 8-ാം വാക്യം എന്താ പറയുന്നത്? എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഞാൻ ഇനിയും മെനയുന്നവനാണ്, നിങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിവുള്ളവനാണ്. നിങ്ങൾ ഇപ്പോൾ കറപുരണ്ട തുണി പോലെയായിരിക്കുന്നത്, ഒന്നിനും കൊള്ളാത്തവരായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇങ്ങനെയാണ്, ഇനി എന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അവൻ മലകളെ നീക്കുന്നവനാണ്. അല്ലെങ്കിൽ അവന് കഴിവില്ലാഞ്ഞിട്ടല്ല. അവൻ പറയുന്നത്, നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. എന്ത് അവസ്ഥ തന്നെ ആയിരുന്നാലും നിങ്ങളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചോ അതിൻ്റെ പെർഫെക്ഷനിലോട്ട് നിങ്ങളെ എത്തിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്, അവൻ അറിവുള്ളവനാണ്. ഹല്ലേലൂയ. അവനാൽ അത് സാധ്യമാണ്. എന്നാൽ ഞാനും നിങ്ങളും അതിനെ അലൗ ചെയ്യുന്നുണ്ടോ? ആർ വി വില്ലിങ്? ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണെങ്കിൽ അവൻ നമ്മെ മാറ്റിയെടുക്കും. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വീണ്ടും പറയുന്നുണ്ട്. 18-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 4-6. ജെറമയ
chapter 18, verse 4 to 6. Yeah. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അവിടുത്തെ പ്രത്യേകത ആ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. ഇവിടെയെല്ലാം പരാമർശിക്കുന്നത് പറയുന്നത് they were good for nothing, but yet he is the potter, and if you submit yourself like a clay in his hand, he can shape you to the best possible. മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മൾ ആശ്രയം കളിമണ്ണ് പോലെ തന്നെ ചിലപ്പോൾ ഞാനും നിങ്ങളും ഇരിക്കേണ്ടി വരും. But he will do it. The only impossibility is we don't allow him to do that, what he wanted to do. വായിച്ചേ. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇവൻ കാണുകയാണ്, മറ്റൊരു മനോഹര പാത്രമാക്കി അതിനെ മാറ്റിയെടുത്തു. ചീത്തയായ പാത്രമാ. കുശവൻ ചീത്തയായ പാത്രങ്ങൾ മാത്രമല്ല എല്ലാ പാത്രങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ ദൈവം കാണിച്ചു കൊടുക്കുന്നത് ചീത്തയായിരിക്കുന്ന പാത്രം, ഈ പാത്രത്തെ തനിക്കിഷ്ടമുള്ള മറ്റൊരു മനോഹര പാത്രമാക്കിയിട്ട് അവന് മാറ്റാൻ കഴിയും. അവന് കഴിയാത്തതൊന്നുമില്ല. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ? എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റത്തില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണ്ട. ഇനി നിങ്ങൾ എന്താകും എന്നതിനെ കുറിച്ച് നിങ്ങൾ വറിയാകണ്ട. അത് ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു. അവൻ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയല്ല. He will do to the best. And what you and me have to do, just clear our own mentality, clear or change our own, transform, change or put aside all our own understanding. ദൈവത്തിന് വിട്ടുകൊടുക്കുക. And you and me will experience the same power of God in us. Many times we can't experience because we don't allow him to do. But he will do if we allow. Hallelujah. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഞാനങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തോട്ടാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇവിടെ സന്തോഷമുണ്ട്. സന്തോഷം കൊണ്ട് നിറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അലൗ ചെയ്യുകയാണെങ്കിൽ, ഞാൻ യെസ് എന്ന് പറയുകയാണെങ്കിൽ അവൻ എന്നെ മാറ്റിയെടുക്കും. അതിലെനിക്ക് ഒരു സംശയവുമില്ല. He will change me to the best. The only thing is not my education, it's not my ability, but if I just allow him, it is each one of you here, if you can just allow your God to do something in your life, I tell you, he will do the best perfect plan. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. സാധാരണ കണ്ണ് നിറയാറുണ്ട്, ഇതിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ അറിയോ, maybe I am worse now, but I am very close to the perfect. Just need a submission from my side. Hallelujah. ഇപ്പോഴത്തെ കണ്ടീഷൻ എത്ര മോശമായിരുന്നാലും അതിൽ നിന്നും ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന കണ്ടീഷനിലേക്ക് എന്നെ എത്തിക്കുവാൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാർ. ജസ്റ്റ് നീഡ് എ ടൈം ഓഫ് സബ്മിഷൻ. ഹി വിൽ ഡു ഇറ്റ് ടു ദ ബെസ്റ്റ്. അവൻ നമ്മെ മാറ്റിയെടുക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ. ഹി വിൽ ചേഞ്ച്. ഹി വിൽ ഡു ഇറ്റ് ടു ദ പെർഫെക്റ്റ്. ഹല്ലേലൂയ. അതാണ് ഈ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ദൈവം ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ ചെന്ന് നിന്നത് തന്നെ ഒരു ട്രാഫിക് മുന്നിലാണ്. ആ ട്രാഫിക് മുന്നിൽ ദൈവം എത്ര നല്ലവനാണ്. അന്നേരം ഞാൻ കാണുന്നതെന്നറിയോ? ഹല്ലേലൂയ. ഒരു വലിയ ലോറി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് പോവുക. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന് നമ്മൾ ട്രാഫിക് ലൈറ്റിൽ നിൽക്കുമ്പോൾ അതിൽ എഴുതിക്കുക പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഞാൻ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ കണ്ണ് തുടയ്ക്കണമല്ലോ. അത്ര കാരണം ഐ എം സോ ഷുവർ ഹി വിൽ ഡു ഡിഫറെൻറ്റ് തിങ് ഇൻ മൈ ലൈഫ് ബിക്കോസ് ഐ എം വില്ലിംഗ് ടു അലൗ ഹിം ടു ഡു. ദാറ്റ്സ് ദ ഓൺലി തിങ് യു ആൻഡ് മീ ഹാവ് ടു ഡു. ജസ്റ്റ് അലൗ ഹിം. ഐ എം ജസ്റ്റ് എ സറണ്ടർ അവേ
to become perfect. Hallelujah. He will do that for me. 2025 തുടങ്ങുമ്പോൾ I would like to challenge each one of you. Try this. It's not your status, it's not your condition, current condition, but you allow him to do. He will do the best for you and me. 2 Corinthians chapter 10 verses 4 to 8. വായിച്ചോട്ടെ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. One thing that we need to do. One thing. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറയുന്നു ബൈ ഹിസ് സ്പിരിറ്റ്. നമ്മൾ വിചാരിക്കും ബൈ ഹിസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലുള്ള വലിയ പർവ്വതം ഇതങ്ങ് മാറിപ്പോട്ടെ. അതുപോലെ നമ്മൾ പറയുന്നു എൻ്റെ തടസ്സങ്ങളെല്ലാം 2025 ബൈ ഹിസ് സ്പിരിറ്റ് എനിക്ക് നല്ല സ്കൂളുകൾ, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭവനം, അല്ലെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കും ബൈ ഹിസ് സ്പിരിറ്റ്. നോ, ദാറ്റ് ഈസ് നോട്ട് ദ മെയിൻ തിങ്. ബൈ ഹിസ് സ്പിരിറ്റ് ഹി വിൽ ചേഞ്ച് അവർ തിങ്കിങ് പാറ്റേൺ. ഇവിടെ എന്താ പറഞ്ഞതെന്നറിയാമോ? വായിച്ചാട്ടൊന്നുകൂടെ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല എന്ന് വെച്ചാൽ ആത്മീയമാണ്. ബൈ ഹിസ് സ്പിരിറ്റ്. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി. ഇറ്റ് ഹാസ് പവർ. എന്ത് ശക്തിയാ? എന്താ കോട്ടകളെ? നമ്മുടെ മുന്നിൽ കാണുന്ന കോട്ടയെ അടിച്ച് തകർക്കാന്ന് പറയുന്നു. അപ്പൊ എന്താണത്? അടുത്ത വാക്യം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ ചിന്തിക്കുകയാണ്. ഞങ്ങളുടെ നമ്മൾ സങ്കല്പിച്ച് കൂട്ടുക. അടുത്തത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്, ദൈവവചനത്തിന് വിപരീതമായിട്ട്, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ പൊങ്ങുന്ന സകലത്തെയും എന്തു ചെയ്യും? ഇടിച്ചു കളയും. അല്ലാണ്ട് മുന്നിലുള്ള പർവ്വതമല്ല ഈ പറയുന്നത്. ദൈവത്തിന്റെ സങ്കല്പത്തിന് വിപരീതമായിട്ട് എന്നിൽ പൊങ്ങുന്നതിന്. ഇതാണ് ഞാൻ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായി മാറുന്നതിന് ഞാൻ തടസ്സമായി നിൽക്കുന്നത്. ദൈവത്തിന്റെ സങ്കല്പങ്ങൾക്ക് വിപരീതമായിട്ട് എന്നിൽ പൊങ്ങുന്നതാണ്. വായിച്ചു. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ദൈവവചനത്തിനോട് ക്രിസ്തുവിനോട് ഉള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. ഇത്രേ വേണ്ടൂ. ഇതിനായി ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ബൈ സ്പിരിറ്റ് എനിക്ക് വിപരീതമായിട്ട് പൊങ്ങുന്നതിന് സകലത്തിനെയും എന്തു ചെയ്യും? അതിനെ തകർത്ത് ഇടിച്ചു കളയും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ട് സംഭവിക്കേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ശക്തിയെന്ന്. ഇതിനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ നമുക്കിഷ്ടമാണ് നടന്നു പോകുമ്പോൾ ഫലം കിട്ടിയില്ല, അത്തി ഫലമില്ലാതെ പോകട്ടെ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകുന്നു, കാണാൻ രസമാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഫോർ യു ആൻഡ് മീ. അതിനല്ല എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് പൊങ്ങുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹല്ലേലൂയ നീക്കിയിട്ട് എല്ലാ ചിന്തകളെയും യേശു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് കൊണ്ടുവരുവാനായിട്ട്. അതാ നമ്മുടെ യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ ജഡികമല്ല, അത് ആത്മീയമാണ്. സ്തോത്രം. 3 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. റിമെമ്പർ ദ ബെസ്റ്റ് പേഴ്സൺ that God was, not I want. ഞാൻ എന്നെ മാത്രം എത്ര നല്ല ഒരു വ്യക്തിയാകണമെന്ന് വെച്ച് കഴിഞ്ഞാലും, എത്ര ഉയരത്തിലോ ആഴത്തിലോ എന്ത് തന്നെയാണെന്ന് വെച്ചാൽ there are limitations. But if God, the creator, if he want me to be somebody, that is the perfect, and we will reach there. And we are just one hurdle. What is that? I just need to allow him, surrender, and I am there ready. I will be there to that perfect will of God. ദൈവം എന്നെയും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ആദ്യമായിട്ട് അപ്പോസ്തലനായിരുന്ന പൗലോസ്, he was going against God. നമുക്ക് അറിയാമല്ലോ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം.
എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. സഭയെ മുടിച്ചു പോന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. ഹി വാസ് ടോട്ടലി എഗെയിൻസ്റ്റ്. സഭയെ മുടിച്ചു കൊണ്ടുപോന്നിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. ഹല്ലേലൂയ. ഹി വാസ് ഡെഡ്ലി എഗെയിൻസ്റ്റ് ക്രൈസ്റ്റ്. അല്ലേ? സഭയെ മുടിച്ചു പോകാനായിട്ട് നിന്ന വ്യക്തിയാണ്. ഹി വാസ് ഡെഡ്ലി എഗെയിൻസ്റ്റ് ക്രൈസ്റ്റ്. ബട്ട് ദെൻ വൺ ടച്ച് he say, I will die for Christ. Hallelujah. That is what our God does. And what happened? വായിച്ചാട്ടെ 9-ാം അധ്യായത്തിന്റെ 5-6 വാക്യം വായിച്ചു. നീ ആരാകുന്നു കർത്താവേ? ഒരു ദിവസം കർത്താവ് അവനെ തൊട്ടു. എന്ന് ആരാണ് ഈ വ്യക്തി? സഭയെ മുടിച്ച് കൊണ്ടിരുന്ന വ്യക്തി. He was deadly against Christ. But one day God just touched him. നീ ആരാണ് കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. നീ ഉപദ്രവിക്കുന്ന യേശു ആണെന്ന് പറഞ്ഞു. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് നീ പറയും. ഇത്ര മാത്രം ജസ്റ്റ് ചോദിച്ചു, നീ ആരാണ് കർത്താവേ? ആരാളെന്ന് മനസ്സിലാക്കണം. We should know who Paul was. And he's asking, what shall I do? He said, you go to this place, I will tell you what to do. അവിടെ പോയി, let us read 17 and 18 of chapter 9. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ചു എന്ന് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവിടെ പോകണം എന്ന് പറഞ്ഞു. അവന്റെ ഉള്ളിൽ ഇവിടെ വായിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. He has all the letters from the authority. He was going against the children of God. He want to finish off the church. And in his mind, lot of questions. Why I come here? What was my purpose? Everything would have gone inside. But all this he just put aside. He said, I will tell you what to do. And when Ananias spoke to him, he said, I will do. That's it. One change. The deadly against Christ became a person saying, I will die for Christ. One submission. One moment. And that is more than enough for you and me today. If we are willing to submit, he will change us like how he changed Paul. It's not only for Paul, it's for everyone. Another example, Luke chapter 1 verse 38. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിന്റെ വാക്കുപോലെ. അതുവരെ ഒരു എക്സ്പീരിയൻസും ഇല്ല. When the angel told that you are going to conceive, it's not a very good news actually. A lot of questions inside. What will people say? What is my end? How am I going to be? If you, lot of things will come against your mind. Against the will of God. And today, many of us are struggling with that. A lot of things coming against us. How then with this one? What will happen if I do this? And what is this thing? What did Mary say? The mother of Jesus. She said, let it happen. All these questions are there. But how you and me become obedient? I will. And she became the most blessed woman on earth. Hallelujah. Just one submission. Let it happen. Though I have so many questions, many things I don't understand, but before what you are telling me, angel, let it happen. It's not that she don't have any other thought came into her mind. I don't believe that. She was also like any one of us here. But she decided. When we say a lot of things can come in our mind, I tell you, that is what actually crippling us to moving forward. If we are submissive,
The moment we take a decision, it didn't take too long. It didn't take too many Bible study for Paul to become, hallelujah, the deadly against Christ, to become a person saying, I will die for Christ. It didn't take too long. Mary, she just one I don't know, it was a vision or whatever. And she say, yes, I am. Let it happen. How you mentioned just now. It's not that easy. I don't know, man. And the thing told was not that easy. But I don't want to think, against this. If God said this, yes, let it happen. That is the submission. And you will be different. And another person, the last example I want to mention is Peter himself. വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. He had lot of questions. What this Jesus is telling? He was a carpenter. I am a fisherman. And I know what to do in the sea. You don't need to teach me. A lot of questions can come up. And what is it? I am a fisherman and I've been working throughout the night. One whole night I was working. This question is there in me. Yes, I was working whole night. And not just simply work like me do or some other do, somehow do, He say hard working. What does it say? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടാണ് അവൻ പറയണത്. I have struggled the whole night and I am experienced fisherman. These are all questions and you are telling me cast the net there. Should I do it or don't do it? Hallelujah. And I tell you, Peter say, I have all these questions. He's very openly telling, I have all these questions piercing. Hey, you are the experienced fisherman. You are not like this carpenter talking to you to put the net the other side. And you've been struggling throughout the night. But the Bible verse say, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഇത്ര മാത്രം മതി. Even though a lot of things are against, just because you told me, like Mary said, let it happen. Just because and through Ananias it's been told, just go there, submit, I do that. All these people became different. Hallelujah. ഇവിടെ പറയുന്നത് the fisherman became the fishers of men. Hallelujah. Just one thing he did. What is that? Even though there are a lot of questions arises, he said, no, because you said, I will do it. That's it. നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഇറക്കിയപ്പോഴേ ഒരുപാട് മീൻ കിട്ടി. അവൻ താണ് വീണ് ഓടി. You say, you were a fisherman. I will make you fishers of men. Amen. മാറാൻ ആഗ്രഹമുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ആ പദവിയിലോട്ട്, ആ പൊസിഷനിലോട്ട്, ആ രീതിയിൽ മാറുവാൻ എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? വി ആർ ജസ്റ്റ് എ വേ ഫോർ എ സബ്മിഷൻ. അവൻ പറയുന്നത് എന്താണെന്ന് ഞാൻ ഏറ്റെടുക്കാം. എന്ത് നീ പറഞ്ഞാലും, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉയർന്നാലും ഞാൻ തയ്യാറാണ് നീ പറയുന്നത് എടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും can become like Paul, Mary, Peter. Hallelujah. Not just live like,
Okay, can something like that. This also want, that also want. No. Hallelujah. No. He has a purpose for you. You are the clay in his mighty hand. If he can move mountain, if he can stop the sun, if he can close the mouth of a hungry lion, he can do things for you and for me. And nothing can stop. Only one thing can stop. If we are not allowing him to do. If we are not submitting, surrendering. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്. ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ഉണ്ടാകും. നിന്റെ കൂട്ടുകാർ പറയും, നിന്റെ വീട്ടുകാർ പറയും, ഇതൊക്കെ പറയും അല്ലേ, കൊളീഗ്സ് പറയും, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിനക്കുണ്ടാകും. ഇഫ് യു ആർ ഡൂയിങ് വാട്ട് ജീസസ് സെഡ്, ലെറ്റ് എവറിഥിങ് എൽസ് ബീൻ ഗോൺ, യു ആൻഡ് മീ will be different. Do it. I challenge me, including me. 2025, we are going to start. Let us apply this and do it. I tell you, if he could do it for Mary, if he could do it for Paul, the one who was deadly against Christ, and he changed in such a way that he's telling, I will die for Christ. If he can do that, if Peter, if he can do Peter, a simple fisherman, and he did it. One day he preached, 3,000 people came to Lord. If God could do that, he can do it today. No difference. The only difference is we are not allowing him to do. Yes. ദേവസനിൽ എഴുന്നേറ്റ് നിന്നാണ് നമുക്കൊരു പാട്ട് പാടി, സമർപ്പണത്തിൻ്റെ പാട്ട് പാടി യേശുവിനോട് പറയാം, ഇന്ന് ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരുന്നു. നീ എന്തു പറയുന്നോ, എന്നെ ഇവിടെ മുറുകെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് കഴിഞ്ഞു പോവാനല്ല ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നീ എന്തു പറയുന്നോ അതിന് വഴങ്ങി ചെയ്യുവാനായിട്ട് എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ.